രാവിലെ നടക്കാൻ പോവാ. ഇപ്പൊ സമയം 5 മണിയായി. നടന്നിട്ട് വരാം. ഞാനും മോനും താഴെ ഒരു ചേച്ചിയുണ്ട്. ഞങ്ങള് 3 പേരും കൂടെ പോകുന്നത് കേട്ടോ. അപ്പൊ നടക്കാൻ പോയിട്ടില്ല. 5 മണിയാകുമ്പോൾ ഒരുമാതിരി വെളിച്ചമായില്ലേ. അപ്പം പോയിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാം. 2-3 കിലോമീറ്റർ ഞങ്ങൾ പോകും. ഇതുണ്ടോ, പുറത്ത് ഇരുട്ട, നല്ല ഇരുട്ട. അപ്പം അവൻ ഇപ്പം തന്നെ വരും. അവൻ ബാത്റൂമിൽ പോയേക്കോ. ഞാൻ നടന്നു തുടങ്ങുമ്പോഴത്തേനും അവൻ വന്നോളും. അപ്പം ഓക്കേ. അപ്പോൾ വന്നിട്ട് കാണാം. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുന്ന ഭാഗമായത്. ഞങ്ങളൊരു 3 കിലോമീറ്റർ പോകും കേട്ടോ. തിരിച്ചിങ്ങോട്ട് നടക്കുമ്പോൾ 6 കിലോമീറ്റർ ആകും. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അതായത് ഹാപ്പി ഹോർമോൺ. അതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്കറിയത്തില്ല. എങ്കിലും അത് നമുക്കുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും എക്സസൈസ് എന്തെങ്കിലുമൊക്കെ ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ചെയ്യണം കേട്ടോ. നമുക്കപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും എന്നാണ് പറയുന്നത്. വീടെത്താറായി. അപ്പം ഞാൻ നടപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 6 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരും, ഞാനും മോനും ചേച്ചിയും കൂടെ ആയിട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് 3 കിലോമീറ്റർ ഉണ്ട്, ഇങ്ങോട്ട് 3 കിലോമീറ്റർ ഉണ്ട്. എന്നിട്ട് നടന്ന് ഞങ്ങളിവിടെ വരും. വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ലതാട്ടോ. നമ്മളൊരു 10 മിനിറ്റെങ്കിലും നമ്മളൊരു എക്സസൈസ് രാവിലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. ഇത് അറിവുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ പറയണതാണ്. അല്ലാണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ എന്താണെങ്കിലും നമുക്കൊരു എനർജി കൂടുതലുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരു ഹാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ അവരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിങ്ങനെ നമ്മൾ വേറെ ചിന്തയിലല്ലേ രാവിലെ എനിക്ക് നടക്കുന്നത്. പ്രകൃതിയൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നടക്കണമല്ലോ. ഈ ഒത്തിരി സംസാരിച്ച് നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് മടുക്കും ഇല്ലേ. അത് അല്ലാണ്ട് നമ്മളങ്ങ് പോവുകയാണെങ്കിൽ എന്നാലും രസമാണ്. ഈ ഓരോ കഥകളും ഒക്കെ പറഞ്ഞെങ്കിൽ നമ്മളങ്ങ് നടന്നു പോവുമല്ലേ. ഈ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ലോകകാര്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത് പോകുന്നു. അതൊരു രസമാണ്. എങ്കിലും തന്നെ നടക്കുമ്പോൾ ഇച്ചിരിയോടെ നമ്മൾ എക്സസൈസ് ശ്രദ്ധിച്ചങ്ങ് പോകും ഇല്ലേ. കൈയൊക്കെ ഇട്ട് വീശി ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഇട്ട് ഇടയ്ക്കൊക്കെ ഒന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ കൈയുടെ മരപ്പ് കുറയും കേട്ടോ. ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്ന നമ്മുടെ കൈക്ക് മരപ്പുണ്ടാകുന്നില്ല. സ്ത്രീകൾക്കൊക്കെ മിക്കവർക്കും തന്നെ ചൂല് പിടിക്കുമ്പോഴും അല്ലെങ്കിൽ തവി പിടിച്ചിളക്കുമ്പോഴും തുണി പിഴിയുമ്പോഴും ഒക്കെ മരപ്പാന്നൊക്കെ കേട്ടിട്ടില്ലേ. അത് കുറയും എന്ന് പറയുന്നത്. ഇങ്ങനെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവിടെ ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ പോയതാണ്. പിന്നെ ഇവിടെ ഒരു സൂചി ചികിത്സ നടത്തി. എനിക്ക് അറിയത്തില്ല. ഞാനൊരു ഡോക്ടറെ എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു കിടന്നേ എന്നും പറഞ്ഞിട്ട് കയറ്റി കിടത്തി. എന്നിട്ട് പറഞ്ഞു ഒരു സൂചി ഒരു പതുക്കെ ഒന്ന് കുത്തി വയ്ക്കുക കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ സൂചി ഇതിനകത്തോടെ കയറ്റിയിട്ട് ഇങ്ങനെ ഇട്ടങ്ങ് തിരിച്ചു. അയ്യോ, പ്രാണം പോണ വേദന. പിന്നെ ഒന്നോടെ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആ പ്രദേശത്തേക്ക് പോയില്ല കേട്ടോ. പിന്നെ ഞാൻ വേറൊരു ഡോക്ടറെ എടുത്ത് അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്താലേ പോവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കൂടെ പോകുന്ന ചേച്ചിയുടെ കൈ ഓപ്പറേഷൻ ചെയ്താണ്. ഒരു കുറവുമില്ല. ഇപ്പോഴും ആ മരപ്പ് തന്നെ ഇരിക്കണേ. പുള്ളിക്കാരി ഇങ്ങനെ എക്സസൈസ് ചെയ്ത് അത് കുറച്ച്. ഞാനും ഇപ്പം ഇങ്ങനെ ശരിക്കും ഇങ്ങനെ താത്തണം, ഇങ്ങനെ വളർത്തണം, ഇങ്ങനെ താത്തണം, ഇങ്ങനെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പം എൻ്റെ അത് കുറഞ്ഞു. പിന്നെ ഞാൻ യോഗ ചെയ്യാൻ വേണ്ടി കൈ കുത്തി നിൽക്കില്ലേ, അങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും ആ മരപ്പ് കൈയുടെ കുറഞ്ഞു. അപ്പം നമ്മൾ ശരിക്കും ഇവിടെ ഒന്ന് എക്സസൈസ് ചെയ്ത് കൊടുത്ത് അവിടുത്തെ ഇതങ്ങ് അലിയിച്ച് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ബ്ലോക്ക്. നമ്മൾ കൈ കൊണ്ട് നല്ല എക്സസൈസ് ഇങ്ങനെ നിവർത്തവും ചുരുക്കവും ഇങ്ങനെയൊക്കെ ഇട്ട് കാണിക്കണം. അപ്പോൾ യോഗയ്ക്കകത്ത് ഒരുമാതിരിപ്പെട്ടതൊക്കെ ഉണ്ടല്ലോ. അതേപോലെ നമ്മൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ തുറക്കണം, പിന്നെ ഇങ്ങനെ അടച്ച് മുകളിലോട്ട് പോകുമ്പോഴത്തേനും തുറക്കണം, അടിയിലേക്ക് അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേനും നമ്മുടെ കൈക്ക് നല്ല
എനർജി ഉണ്ടാവും എന്നാണ് പറയുന്നത്. എനർജി അല്ല കേട്ടോ, ആരോഗ്യം, നല്ല മസിലുകൾക്കൊക്കെ നല്ല മസിലുകൾക്ക് ബലം ഉണ്ടായാൽ തന്നെ, അല്ലെങ്കിൽ മസിലുകൾക്ക് എക്സസൈസ് ചെയ്താൽ തന്നെ നമുക്ക് ഷുഗറൊക്കെ കുറയും എന്ന് പറഞ്ഞാൽ. മസിലുകൾക്ക് അനക്കം ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഷുഗർ കൂടുന്നത്. കാരണം ഞാൻ കേട്ടേക്കണിടത്തോളം അറിവുള്ളവർ പറഞ്ഞ് കേട്ടേക്കുന്നത്, നമ്മുടെ ഷുഗറില്ലേ, നമ്മൾ കഴിക്കുന്ന ഷുഗറുകൾ നമ്മൾക്ക് ഭക്ഷണം ഇല്ലാതെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മുടെ മസിലുകളിലാണെന്ന് പറഞ്ഞു. ഷുഗർ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും എന്ന് പറയണത്. അപ്പം അത് നമ്മൾ പിന്നെയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് വിശപ്പ് അറിയാണ്ട് നമ്മൾ രാവിലെ കഴിച്ചു, ഇച്ചിരി നേരം കഴിയുമ്പോൾ കഴിച്ചു, അങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ ആ കൊഴുപ്പും പഞ്ചസാരയും എല്ലാം നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനകത്ത് പ്രത്യേകിച്ച് പഞ്ചസാര, ഷുഗർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മസിലുകളിലാണെന്നാണ് പറയണത്. അതുകൊണ്ടാണ് അത് പിന്നെ നമ്മൾ ഉപയോഗിക്കണില്ല. അതങ്ങനെ ഇരുന്നിരുന്നാണ് നമ്മുടെ ബ്ലഡിനകത്ത് ഷുഗറിൻ്റെ അംശം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ. അത് ഒത്തിരി ആകുമ്പം അപ്പം നമ്മളതിനെ ഒന്നെങ്കിൽ എക്സസൈസൊക്കെ ചെയ്ത് അലിയിച്ച് കളയണം, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന് ഇച്ചിരി നിയന്ത്രണം വെച്ച് കഴിയുമ്പം ഈ ഷുഗറിനെ എടുക്കാൻ തുടങ്ങും. ഈ മസിലിരിക്കുന്ന ഷുഗറിനെ ശരീരം എടുക്കാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മളെല്ലാം എടുക്കണേ, ശരീരം എടുത്തോളും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഷുഗർ കുറയുമെന്ന് പറയാം. അപ്പം മസിലുകൾക്കുള്ള എക്സസൈസാണ് നമ്മൾ അധികം ചെയ്യേണ്ടത്. ഈ ഷുഗറുള്ളവർ അധികം ചെയ്യേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് വലിയ കട്ടിപ്പണിയല്ല, നമുക്ക് പറ്റുന്ന പോലത്തെ എക്സസൈസുകളൊക്കെ ചെയ്താൽ മതി എന്ന് പറയാം. ഷുഗർ കുറയും എന്ന് പറയാം. ഒന്ന് നമ്മൾ പരീക്ഷിച്ചു. ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് ശരിയാട്ടോ. എനിക്ക് ഷുഗറുള്ള വ്യക്തിയാണ്. എനിക്കിപ്പം 25 വർഷമായിട്ട് ഷുഗറുണ്ട്. പക്ഷേ എല്ലാം നോർമലായിട്ടായിരിക്കുന്നത്. അപ്പം ഞാൻ എന്നും ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഞാനിപ്പം ഇന്നിപ്പം ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുമെന്ന് വെച്ചു, മധുരമുള്ളതൊക്കെ കഴിച്ചു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫംഗ്ഷനും ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യും. അതുപോലെ ഞാൻ ചോറ് ഒത്തിരി ഒന്നും ഉപയോഗിക്കാറില്ല. ഒരു കുഞ്ഞു തവിക്ക് വല്ലപ്പോഴും എങ്ങാനും, എല്ലാ ദിവസമൊന്നും ഞാൻ ചോറ് ഉപയോഗിക്കണം. അതിന് ചെറുപയറോ അല്ലെങ്കിൽ റാഗിയോ അതാണേലും ഞാൻ കുറച്ച് ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഷുഗറില്ലാത്ത സാധനങ്ങൾ, കുക്കുംബറോ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അതെല്ലാം കൂടെ അരിഞ്ഞതോ ഒക്കെയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് എനിക്കിപ്പം അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ പാകത്തിനാക്കി എടുത്തു. പണ്ട് ഞാൻ കുക്കുംബർ തന്നെ ജീവിച്ച കാലമുണ്ടെന്നേ. എൻ്റെ മോനെ ഗർഭിണിയായിരുമ്പോൾ കുക്കുംബർ തന്നെയായിരുന്നു കഴിക്കണം. അയ്യോ കുക്കുംബറിനോടൊരു വൈരാഗ്യമാണ്. കുക്കുംബർ കടയിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ നേരെ പോലും നോക്കില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു. അങ്ങനെ അത് ഇളയ മോനെ കേട്ടോ. മൂത്ത ആളുണ്ടായി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഷുഗർ പിടിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് പൊക്കോളും എന്ന് പറഞ്ഞു. പക്ഷേ 25 വർഷമായിട്ട് അത് പോയൊന്നുമില്ല ആ ഷുഗർ. എനിക്ക് കുറേ നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയതാണ് ഷുഗർ പിടിച്ച്. ഒത്തിരി മുടിയുണ്ടായിരുന്നു, അതൊക്കെ പോയതാണ്. അപ്പോൾ എൻ്റെ കല്യാണത്തിനൊക്കെ നല്ല രസമാണ് എൻ്റെ മുടി കാണാൻ. എൻ്റെ മുടി ഇങ്ങനെ വട്ടം വെട്ടിയൊക്കെ ഇട്ടിരുന്നു. അപ്പം നമുക്കിത് പിടിക്കുമ്പം ഈ ഷുഗർ പിടിച്ചാൽ മുടിയൊക്കെ പോവും. ചിലരപ്പടി മെലിഞ്ഞു പോവും, ചിലർക്ക് ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ അപ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ എക്സസൈസ് ചെയ്യുക, പരമാവധി നമുക്ക് പറ്റും പോലെയൊക്കെ എക്സസൈസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ഇല്ലേ, ഞാൻ കേട്ടിട്ടില്ല, ഇരിക്കുമ്പോൾ കാലിങ്ങനെ പൊക്കുമെന്താ, ഉപ്പൂറ്റി നിലത്ത് കൂത്തിയിട്ട് പാദം പൊക്കൂലേ, അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കണം. ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെ കാണിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഷുഗർ, കാലിൻ്റെ മസിലിനൊരു ബലം ഉണ്ടാകും. അപ്പം ഷുഗർ കുറയും എന്നാണ് പറയുന്നത്. ശരീരത്തിൽ ഷുഗർ കൺട്രോളായി വരുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എപ്പോൾ ഇരുന്നാലും ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പാദം നിലത്ത് കുത്തിയിട്ട് ഉപ്പൂറ്റി എന്ന് പറയില്ലേ, അത് നിലത്ത് കുത്തിയിട്ട് വിരലുകൾ മുകളിലോട്ട് ഉയർത്തുക, പിന്നെ താത്തുക. ആ വിരലുകൾ താത്തി പിടിച്ചിട്ട് ഉപ്പൂറ്റി പൊക്കുക. പിന്നെ അങ്ങനെ തന്നെ തിരിച്ചും മറിച്ചും, അതായത് ഇങ്ങനെ കാണിക്കില്ലേ, അങ്ങനെ പാദം കാണിക്കുക. ഇപ്പോൾ കാണിക്കണേ എങ്ങനെയെന്ന് അറിയാൻ മേലാത്തതുകൊണ്ടാട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ചുമ്മാ ഇരിക്കുന്ന സമയത്ത്. നമുക്ക് വലിയ മുതൽ മുടക്കമുള്ള കേസൊന്നുമില്ലല്ലോ. ചുമ്മാ മരുന്ന് മേടിച്ച് തിന്നേക്കാളും ഭേദമല്ലേ. മരുന്നൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ തന്നെ പാടാണ്. എന്നാലും ഞാൻ ഷുഗറിൻ്റെ ഗുളികയ്ക്ക് എത്രയോ വർഷങ്ങൾ ഉപയോഗിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇൻസുലിനൊക്കെ എടുക്കുമായിരുന്നു എനിക്ക്. ഇളയ മോനുണ്ടായപ്പോൾ ഇൻസുലിനെ തന്നെ നിന്ന്. എന്ത് ഇൻസുലിനായിരുന്നു എന്നറിയാമോ? അപ്പോൾ അതൊക്കെയാണ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ പറയാൻ തന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുണ്ടോ, ഞാൻ രാവിലെ നടപ്പ് കഴിഞ്ഞിട്ടോ യോഗ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കുടിക്കുന്ന സാധനമാണ് ചിയാ സീഡ്. ഇത് കണ്ടോ, ഇത് ഈ സ്പൂണിന് ടീസ്പൂണാണ്. ടീസ്പൂണിന് 1 ടീസ്പൂൺ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കും. ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ച സാധനമാട്ടോ ഇത്. അപ്പം 3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് അല്ല 3 മണിക്കൂറും വേണം. ഒരു
1 മണിക്കൂർ മതി കേട്ടോ, 1 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോഴത്തേനും ഇത് കുതിർന്ന് കഴിയുമ്പോൾ ഇത് കുടിക്കുക. ഇതുകൊണ്ട് പല സൈസ് സാധനങ്ങളുണ്ടാക്കി നമുക്ക് കഴിക്കാവേ. അതായത് ചിയാ സീഡ്, ബദാം, നട്ട്സ്, ഈന്തപ്പഴം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി, ഈന്തപ്പഴം ചേർക്കണം, ഈന്തപ്പഴം ചേർത്തില്ലെങ്കിൽ അത് ഉരുളില്ല. ഷുഗർ രോഗികൾ സൂക്ഷിച്ച് വേണം, അവർ ചോദിച്ചും കണ്ടുമൊക്കെ ചെയ്യാവുള്ളൂ. അത് ഉരുട്ടിയിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി വെക്കണം, ഒരു നാരങ്ങക്കായാലും നെല്ലിക്കയുടെ വലുപ്പത്തിൽ. എന്നിട്ട് എന്നും ഒരു ശകലിച്ച എടുത്ത് എന്നും ദിവസവും ഓരോന്ന് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ചിയാ സീഡ് ഉള്ളിൽ ചെല്ലും. ഇനി ചിയാ സീഡിൻ്റെ ഗുണം പറഞ്ഞു തരട്ടെ. ചിയാ സീഡ് നമുക്ക് ഷുഗർ ഉള്ളവർക്ക് നല്ല, ഇതിനകത്ത് ഹൈ ഫൈബറാണെന്നാണ് പറയുന്നത്. ഒന്ന്. രണ്ടാമത് ചിയാ സീഡ് നമുക്ക് സൗന്ദര്യത്തിനും തലമുടിക്കും ഒക്കെ നല്ലതാണെന്ന് കേട്ടിട്ടേ ഉള്ളൂ. സ്കിന്നൊക്കെ നന്നായിട്ട് വരുമെന്ന് പറഞ്ഞാൽ കേൾക്കാം. പിന്നെ ഹൈ പ്രോട്ടീൻ ഉണ്ട്, ഫൈബറാണ് ഏറ്റവും കൂടുതൽ. അപ്പം അതുകൊണ്ട് നമുക്ക് വിശക്കൂല പെട്ടെന്ന്. നമുക്ക് വിശപ്പുണ്ടാകുമ്പോഴല്ലേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഷുഗറുകാർക്ക് ഏറ്റവും കൂടുതൽ വിശപ്പാണ്, അപ്പം പെട്ടെന്ന് വിശക്കൂല. അപ്പം ഇത് ഒരു ഗ്ലാസ് രാവിലെ കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു 10 മണിയായിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചാൽ മതി. ഇതിൻ്റെ പിന്നെ ഇത് കഴിച്ച് ചിയാ സീഡ് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കണം. അല്ലെങ്കിലും നമ്മൾ വെള്ളം കുടിക്കണം, ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. അതിൻ്റെ കൂടെ ഇത് കഴിച്ച് കഴിയുമ്പം വെള്ളം കുടിക്കണം നന്നായിട്ട്. കാരണം ഇതിങ്ങനെ വീർത്തു തന്നെ സാധനം. ഇത് വെള്ളത്തിൽ ഇട്ടതായതുകൊണ്ട് അത്രയും വരില്ല. വെള്ളത്തിൽ ഇടാണ്ടാണ് കുടിക്കണമെങ്കിൽ ഇച്ചിരി വെള്ളമൊക്കെ അധികം കുടിക്കണം. ഇതിങ്ങനെ സ്പോഞ്ച് ഇങ്ങനെ ഒരു ഞോള പോലെ വരും. ഇതിന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാമോ, ഒരു പ്രത്യേക സൈസിലായി വരും. അപ്പം ഇതാണ് ഞാൻ രാവിലെ കുടിക്കുന്ന സാധനം കേട്ടോ. ഇതെന്നും ഞാൻ കുടിക്കാറുണ്ട്. ചില ദിവസം ഇല്ലാതെ വരുമ്പോൾ ഞാൻ പച്ചവെള്ളം കുടിക്കും, അത്രേ ഉള്ളൂ. 2 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കും. ഉള്ളപ്പം ഞാനിത് കുടിക്കും. പിന്നെ ഞാൻ ഇതാട്ടോ ചിയാ സീഡിൻ്റെ ഡെപ്പി തീരാറായി, ഇനി കുറച്ചുകൂടെ ഉള്ളൂ. എന്നും കഴിക്കണോണ്ട് തീർന്നു പോകാറായി. ഇത് ചിയാ സീഡിൻ്റെ. പിന്നെ ഞാൻ കുതിർത്ത് വെച്ചേക്കണ ബദാമും ഇതൊക്കെ ഇല്ലേ, ബദാമുണ്ട്, ഉണക്കമുന്തിരിങ്ങയുണ്ട്, പിന്നെ പംകിൻ സീഡില്ലേ അതുണ്ട്. പംകിൻ സീഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തങ്ങാക്കുരു എന്ന് പറയണേ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. മത്തങ്ങ പടവലങ്ങയുടെയൊക്കെ കുരുക്കളില്ലേ, മത്തങ്ങ പടവലങ്ങ നമ്മൾ കറി വയ്ക്കാനൊക്കെ മേടിക്കണേ, ആ കുരു തന്നെ ഇച്ചിരി മസാലയൊക്കെ ചേർത്ത് വറുത്തിട്ട് നമ്മൾ തിന്നുന്നത് നല്ലതാട്ടോ. നമ്മൾ പണ്ട് ആനിക്കാക്കുരുവൊക്കെ വറുത്ത് തിന്നില്ലേ, ചക്കക്കുരുവൊക്കെ വറുത്ത് പണ്ട് കാലത്ത് നമ്മൾ തിന്നില്ലായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞ് ഇതൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഗുണമൊക്കെ ഭയങ്കരമാണെന്ന് മനസ്സിലാക്കില്ല. ചക്കക്കുരുവാണ് മറ്റേ ഈ ബേബി ഫുഡിനകത്തൊക്കെ ചേർക്കണമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, ബിസ്ക്കറ്റിനകത്തൊക്കെ ചേർക്കും, കപ്പ ഒക്കെ ചേർക്കും എന്ന് പറയും പോലെ തന്നെ ചക്കക്കുരുവും ചേർക്കേണ്ട, പിള്ളേരുടെ കുഞ്ഞ് ഫുഡിലൊക്കെ ചേർക്കുന്നുണ്ടെന്ന് പറയാം, സെർലാക്കിലൊക്കെ ചേർക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കളയരുത് കേട്ടോ. അതായത് പംകിൻ, അതായത് മത്തങ്ങയും പടവലങ്ങയുടെയൊക്കെ കുരുക്കളില്ലേ, അതെടുത്തിട്ട് നമ്മൾ കഴുകി അതിൻ്റെ പുറത്തുള്ള ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചുമ്മാ ഇച്ചിരി മസാലയിട്ട്, എന്തെങ്കിലും മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഇട്ടിട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്ത് പോയി ചുമ്മാ തിന്നുകൊണ്ട് നടക്കുക. എന്ത് നല്ല സാധനമാണെന്നറിയാം, ഭയങ്കര ഗുണമാണ്. ഞാനതിപ്പോൾ കളയില്ല. പണ്ടൊക്കെ ഞാനെടുത്ത് ദൂരെ കളയായിരുന്നേ. പണ്ട് ഞാൻ എങ്ങനെ കിട്ടിയാലും കളയായിരുന്നു. അപ്പം ഈ അടുത്ത നാളിലാണ് ഇത് എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞിട്ടാട്ടോ ഞാനിത് കഴിക്കുന്നത്. കാരണം ഒത്തിരി ക്ഷീണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഷുഗറുള്ളവർക്കും ഒക്കെ പാടാന്ന് പറഞ്ഞു. അപ്പം ഒരു ന്യൂട്രീഷൻ പറഞ്ഞു. അപ്പം അവരാണ് പറഞ്ഞത് നമ്മളത് കളയണ്ട, നമ്മളതെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്ന്. ഇപ്പം ഞാനതെടുത്ത് ഉപയോഗിക്കാറുണ്ട്, കളയാറില്ല. അതെടുത്ത് കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്തോണം. ഇനി അതങ്ങനെ ഉണ്ടെങ്കിൽ ഉണങ്ങിയെടുത്തിട്ട് നമുക്കത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പം നമ്മുടെ സൗന്ദര്യത്തിനും ഇത് ഞാൻ എന്നും ഒന്നും കഴിക്കുന്ന സാധനമൊന്നുമല്ല കേട്ടോ. ഞാൻ ഉണ്ടെങ്കിൽ കഴിക്കും. ഇപ്പം ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മേടിച്ച് വയ്ക്കുമ്പോൾ മിച്ചം മരുന്നൊക്കെ എടുത്ത് ഞാനിങ്ങനെ എടുത്ത് കഴിക്കും. മിക്കവാറും തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല, പിള്ളേരുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ യോഗ ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് കഴിക്കണം നല്ലതാണെന്നാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ചിരിച്ചാൽ കഴിക്കുന്നത് നല്ലതല്ലേ. നമ്മൾ പ്രായമായി വരുമ്പോൾ നമുക്ക് നല്ലതല്ലേ ഇങ്ങനെയൊക്കെ ഓരോന്ന് കഴിക്കുന്നത്. ഒത്തിരിയൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ഈ ബദാമൊക്കെ ഒരു 5-6 കുതിർത്തത്, ഇതൊരു 5-6, പംകിൻ സീഡ് ഒരു 10-15 ഉണ്ട്. അത് കുഞ്ഞല്ലേ, അത് എല്ലാ കടയിലും മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടി, പംകിൻ സീഡൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ച് എല്ലാവരും ഒരു പാക്കറ്റ് മേടിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസത്തേനുണ്ട്. 5-6 മാസത്തേനുണ്ട് എനിക്ക് കിട്ടും.
നമ്മൾ എല്ലാവരും കൂടെ കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു 3-4 മാസത്തേന് കിട്ടും. എന്നാൽ ഒത്തിരി രൂപ ഒന്നും ആവില്ല. അത്യാവശ്യം അല്ലേ, മേടിച്ച് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ, നമ്മുടെ മുടിക്കും സൗന്ദര്യത്തിനും ഒക്കെ നല്ലതാണ്. ഞാൻ വലിയ സുന്ദരിയായിട്ട് പറയണമെന്നല്ല, എങ്കിലും ഇതൊക്കെ എല്ലാവരും പറയുമ്പോൾ നമുക്ക് കേൾക്കുന്നത് നല്ലതല്ലേ. നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നടപ്പൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം ഇനിയിപ്പം കുളിക്കണം, അത്യാവശ്യം പരിപാടികളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഉപ്പുമാവും പഴവും ആണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതുണ്ടാക്കണം. വീഡിയോ എടുക്കണോ? അതിൻ്റെ വീഡിയോ ഉപ്പുമാവും പഴമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സാധനമല്ലേ. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പം അതിനകത്തേക്ക് ഇച്ചിരി കാഷ്യൂ നട്ടോ അല്ലെങ്കിൽ ഉഴുന്നോ പരിപ്പോ ഒക്കെ ചേർക്കുമ്പം ടേസ്റ്റ് കൂടുതലുണ്ട്. നെയ്ക്കകത്ത് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ അതിനകത്ത് പ്രത്യേകത, അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു ടീസ്പൂണിന് പകുതി മതി ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉപ്പുമാവിന് ഭയങ്കര ടേസ്റ്റാണ്. അതായത് നമ്മൾ എടുത്ത് ഉപ്പുമാവ് പാകം ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാൻ തുടങ്ങില്ലേ, വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ തുടങ്ങില്ലേ, അപ്പോൾ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയാൽ മതി. അപ്പം ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റായിരിക്കും. അതേ ഉള്ളൂ. അതാണ് അതിനകത്തെ ടിപ്പ് എന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ ചില ദിവസം ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കുള്ളത് മാറ്റി വെച്ചിട്ടാട്ടോ ഞാൻ പഞ്ചസാര ഇടാറുള്ളൂ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇന്നപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾ ചിയാ സീഡ് എല്ലാവരും ഒന്ന് മേടിച്ച് കഴിക്കാൻ നോക്കുക. നല്ല ഹൈ ഫൈബർ ആയതുകൊണ്ട് നമുക്ക് ശരീരത്തിനല്ല, ഫൈബർ നമ്മുടെ ശരീരത്തിൽ ചെന്നു. അതുകൊണ്ട് നമ്മൾ പച്ചക്കറികളൊക്കെ കൂടുതൽ കഴിക്കണം എന്ന് പറയും അല്ലേ. അല്ലാണ്ട് എപ്പോഴും ഫൈബറുള്ള നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ, വെണ്ടയ്ക്ക, എല്ലാ വെജിറ്റബിൾസിനകത്തൊക്കെ ഫൈബറുണ്ട്. അപ്പം അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് കുടിച്ചിട്ട് ഞാൻ അടുത്ത പരിപാടിക്ക് പോട്ടെ. ചൊവ്വയൊന്നുമില്ല കേട്ടോ, ഒരു ബിളിബിളോന്നിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു ചൊവ്വ എന്നല്ല ഞങ്ങൾ പറയുന്നത്, ചൊവ്വ എന്നാണ്. ഒരു രുചിയൊന്നുമില്ല, ചുമ്മാ അങ്ങ് കഴിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എന്തോ ഒരു ചെറുത് പരിപരവോന്നിരിക്കും, അത്രമാത്രം. അപ്പം ബൈ എല്ലാവർക്കും.